ഹായ് ഓൾ അസ്സാം വലൈക്കും. സോ ഡേ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നെസ്റ്റ് ഓഫ് ഫുഡ് ബുക്കിലാണ് പോയത് കേട്ടോ. ജാഫർക്കാക്ക് നല്ലൊരു ഊണ് കഴിക്കണം എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ജാഫർക്ക് കഴിച്ചത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രഞ്ചാണ് ഞാൻ അധികം എടുക്കൽ. കുറച്ച് സാലഡും അതേപോലെ തന്നെ ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ, സ്റ്റാർട്ടറാണ്. കാന്താരി ഗ്രിൽ ഫിഷ് എന്നാണ് ഇതിന് പറയണത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പോയാൽ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചാൽ തന്നെ എനിക്ക് വയറ് ഫുള്ളാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വാട്ടർമെലൺ വിത്തൗട്ടും കുടിച്ചു കേട്ടോ. പോരെ ഇത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ആര് എവിടെ പോയി നമ്മൾ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരുപാട് ഐറ്റംസ് നമുക്ക് കഴിക്കാനുണ്ട് എന്നുള്ളത്. സോ നമ്മൾ വിചാരിക്കണം നമുക്കൊന്നും കഴിക്കാനില്ല, ഓലവിടെ ബീഫ് ബിരിയാണി കഴിച്ചോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോലെ വായിക്ക് നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് കഴിക്കാനുള്ള നല്ല അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങൾ അവൈലബിൾ ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ജാഫർക്ക് ഡ്യൂട്ടിക്ക് പോയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് കാണുന്നൊരു കാഴ്ചയാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലുള്ളൊരു കാഴ്ച തന്നെ ആയിരിക്കും. ഇത് നമ്മളെ വീട്ടിലുള്ള ഒരു ഡെയിലി റൂട്ടീനാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഇതിന് സാധിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴ്ത്തു. നിങ്ങൾ വിചാരിക്കണ പോലെ ഈ ഡയറ്റ് ചെയ്യണത് അത്ര വലിയൊരു സംഭവമാക്കി എടുക്കൊന്നും വേണ്ട. നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെന്നുള്ളത് നമ്മളെ ശരീരത്തിനോട് നിങ്ങൾ പറഞ്ഞ് അതിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമല്ല. ഡെയിലി നിങ്ങൾ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യുക. ഒരുപാട് പേര് ഇപ്പോൾ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, മാഷാ അല്ലാ. അങ്ങനെ വൈകുന്നേരം ഞാൻ എൻ്റെ ഡിന്നർ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാനൊരു 6 മണിക്ക് മുന്നേ എൻ്റെ ഫുഡ് ഞാൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഒരു നല്ലൊരു അടിപൊളി ബ്രെഡ് ടോസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ച് മയോണീസ് നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. എല്ലാം വളരെ കുറച്ച് മയോണീസും അതേപോലെ തന്നെ കുറച്ച് ഒരു 1-2 സവാള, പിന്നെ ഒരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. നമുക്ക് വയറ് നന്നായിട്ട് ഫുള്ളായിട്ട് ഇരിക്കും. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പുഴുങ്ങിയ കോഴിമുട്ടയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ സംഭവം ഉഷാറായി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് അവക്കാഡോ ഓയിലാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ദോശച്ചട്ടിയിലാണ് കേട്ടോ. കുറച്ച് ഓയിൽ കൂടിപ്പോയി, ഇത്ര ഓയിലൊന്നും എടുക്കരുത് കേട്ടോ. 1-2 തുള്ളി മാത്രം എടുത്താൽ മതി. എൻ്റെ അടുത്ത് കുറച്ച് കൂടിപ്പോയതാണ്. അപ്പോൾ ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ടോസ്റ്റർ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ എടുക്കണ്ടേ എന്നുള്ള മടിക്കാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. ഇനി അവക്കാഡോൻ്റെ ഈ സംഭവങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ, അവക്കാഡോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ലെമണൊക്കെ ഒന്ന് ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതില്ലാണ്ടും കഴിച്ചിട്ടുണ്ട്, ഇതുണ്ടായിട്ടും കഴിച്ചിട്ടുണ്ട്. രണ്ടും ഒന്നിനൊന്ന് വെച്ചാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റാണ് സംഭവം. ഇനി എന്താ പറയുക, നമുക്ക് വീട്ടിലുള്ള എല്ലാ സംഭവം, വീറ്റ് ബ്രെഡും മുട്ടയും സവാളയും പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടിയും പച്ചമുളകും ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ളതാണ്. മയോണൈസൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗ്രീൻ ടീയും കൂടെ നമുക്ക് ആസ്വദിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. എൻ്റെ തീറ്റ കാണുമ്പോൾ എനിക്ക് തന്നെ തിന്നാൻ ബുദ്ധിയാണ് പിന്നെയും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഡയറ്റാൻ തോന്നൂല മക്കളെ. അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഞാനത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇന്ന് എൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസും ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, സെഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷൂ ആണിത്. നമുക്ക് അടിപൊളിയായിട്ട് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. നൈക്കിൻ്റെ ഷൂ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. ഇനി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വർക്കൗട്ട് ചെയ്യാൻ ഏതാണ് ഷൂ നല്ലത് എന്നൊക്കെ. അപ്പം ഞാൻ നൈക്കിൻ്റെയും ആഡിഡാസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രീൻ ടീ അത് മസ്റ്റാണ്. ആ ഒരു ആശ്വാസം, നമ്മൾ അത്രയും ചെയ്തതിനൊരു ആശ്വാസം, അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വിചാരിക്കുന്നുണ്ടാവും, എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വേറെ ഫുഡും കാര്യങ്ങളൊന്നും വീട്ടിലുണ്ടാക്കണ്ടേ, ഫസ്റ്റിനൊക്കെ ഡയറ്റ് ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ, വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്നുള്ളത്. തീറ്റയും കൂടിയുള്ള മനുഷ്യന്മാരിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ അതാ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാഫർക്കാക്ക് രാത്രി ചോറ് വേണ്ടെന്ന് പറഞ്ഞു. സോ ചോറ് ഞാൻ നാളെ ഉച്ചക്കൊക്കെ എടുക്കും. ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ നെയ്ച്ചോറുമാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക,
നിങ്ങളൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തടി കുറക്കാൻ പറ്റും, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും നോക്കണ്ട. അവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അവർക്കും വീട്ടിൽ ഒരുപാട് നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. നെയ്ച്ചോറും ബിരിയാണി ഉണ്ടാക്കുന്ന വീട് തന്നെയാണ് അവരുടെ. അപ്പോൾ നാട്ടിലും ഇതിലേറെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എല്ലാവരുടെ ഇടയിൽ നിന്നും ഡയറ്റും വർക്കൗട്ടും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കൊരു നീയത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് കുറക്കണം. എൻ്റെ തടി കൊണ്ട് നിങ്ങളാണ് ബുദ്ധിമുട്ടണത്, അല്ല എൻ്റെ തടി കൊണ്ട് ഞാനാണ് ബുദ്ധിമുട്ടണത്. സോ ആ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ തടി കുറക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇതേപോലെ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെക്കണതിന് എന്താ തെറ്റുള്ളത്? അത് ആര് ചോദിച്ചാലും നിങ്ങൾ വീട്ടിൽ, നിങ്ങളിപ്പോൾ ഇനി ഹസ്ബൻഡ് വീട്ടിലാണോ, ഓക്കെ, അവിടെ നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റൂലേ? മാറ്റി വെച്ചേ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ആലോചിച്ച് ഖേദിക്കേണ്ടി വരും. 24 മണിക്കൂറിൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാറ്റി വെക്കുന്നു. ബാക്കിയുള്ള സമയം മൊത്തം മക്കൾക്കും അതേപോലെ തന്നെ വീട്ടിലുള്ളവർക്കും വേണ്ടി നമ്മൾ മാറ്റി വെക്കണം, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. സോ ആ ടൈമിൽ എന്തുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ചുകൂടാ? നമ്മൾക്ക് പറ്റുന്നൊരു കാര്യം തന്നെയാണ്. സോ ഇനി മുതൽ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളെ ലൈഫിൽ നമുക്ക് വേണ്ടി ഒരു മണിക്കൂർ ഞാൻ മാറ്റി വെക്കും. അത് വർക്കൗട്ടിന് വേണ്ടിയിട്ടും എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണെന്നുള്ള ലെവലിൽ. ഓക്കെ, അപ്പം ഇനി കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നൊക്കെ എത്ര ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് കളിയാക്കലുണ്ട്. ഇപ്പം അടുത്തും കൂടി ഒരു കമൻറ്റ് വന്നിട്ടുള്ളൂ, കുറേ കാലമല്ലേ ഫസ്റ്റ് ഞാൻ തടി കുറക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ തടി കുറച്ചിൽ കഴിഞ്ഞിട്ടില്ലേ. ഈ പറയുന്ന ആൾക്കാർക്ക് അത് വലിയൊരു എന്താ പറയുക, ഓൽക്കിതൊരു തമാശയാണ്. സത്യം പറഞ്ഞാൽ ഇത് കുറക്കണം ഞമ്മക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഈ ബലൂണിൽ നിന്ന് കാറ്റ് ഒഴിച്ചിട്ടുന്ന മാതിരിയല്ല നമ്മൾ ഈ തടി കുറക്കണ പരിപാടി എന്ന് പറയുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചെയ്തവർക്കേ അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഈ ഒരു കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ പറയും വേണ്ട, അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കി തിന്നാനുള്ള ഒരു ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് തിന്നാതെ ഇരുന്നൂടെ എന്ന് പറയും. പക്ഷെ നമ്മളെന്താ ജീവനുള്ള ആൾക്കാരല്ലേ, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കണം കാണുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തോന്നൂലേ? അപ്പോൾ എല്ലാം കഴിച്ച് സമാധാനത്തിൽ നമുക്ക് വെയിറ്റ് കുറക്കാം. നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഇപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കി. സോ നിങ്ങൾക്ക് ആ നെയ്ച്ചോറ് കഴിക്കാൻ പറ്റൂല എന്നുള്ളൂ, ഇനി കഴിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വളരെ ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾക്കും അത് കഴിക്കണം, ഇനിയൊരു ബുദ്ധിമുട്ടുമില്ല. രാത്രി ഹെവി ഫുഡ് എടുക്കാണ്ടിരിക്കുക. പകൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6 മണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കുറച്ച് വെച്ച് കഴിക്കണതിന് ഒരു പ്രശ്നവുമില്ല. വർക്കൗട്ട് മസ്റ്റായിട്ടും കൊടുക്കണം. വർക്കൗട്ടും കൊടുക്കാണ്ടേ എല്ലാം കൂടെ കുത്തിക്കയറ്റിയാണ്ട് പിന്നെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി മുതൽ, ഇനി തുടങ്ങാത്ത ആൾക്കാർ ഇതാ ഞാൻ Day 4 തുടങ്ങി. ഇൻഷാല്ലാ വെയിറ്റും കാര്യങ്ങളും ഞാനിതാ Day 30 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എത്രയാണെന്നുള്ളത്. അങ്ങനെ ഇതാ ഈ മനുഷ്യന് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ രാത്രി ഞാൻ എന്ത് ചെയ്തു, അവരവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. അപ്പോൾ നാളെ